ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ തോട്ട്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസിന് ഞാൻ തരാൻ പോകുന്ന ഗിഫ്റ്റാണ് അശോക ബിൽഡ്കോൺ ലിമിറ്റഡ് എന്ന കമ്പനി. നെക്സ്റ്റ് ക്രിസ്മസ് ആകുമ്പോഴേക്കും മിനിമം ഒരു 50% റിട്ടേൺ തരുവാൻ സാധ്യതയുള്ള കമ്പനിയാണ് അശോക ബിൽഡ്കോൺ. ഫണ്ടമെൻ്റൽ വൈസ് ഇപ്പോൾ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ്. അത് ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബുൾ റണ്ണിൽ ഈ സ്റ്റോക്കൊക്കെ കയറി പോകാൻ സാധ്യതയുള്ള ഒരുപാട് ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ റുപ്പി വാല്യൂവിൻ്റെ ഡിപ്രിസിയേഷനൊക്കെ തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് ഈ ഒരു മാർക്കറ്റിൽ ബാധിച്ചത്. പക്ഷേ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്സ് ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്സ് ഡാം ചീപ്പായിട്ടാണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ് അശോക ബിൽഡ്കോൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള സ്റ്റോക്കാണ് അശോക ബിൽഡ്കോൺ. പക്ഷേ ഈ ഒരു കമ്പനി പ്രത്യേകത അവരെടുക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. വലിയ വലിയ പ്രൊജക്ട്സാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലേക്ക് ഒഴുകി വരുന്ന ഓർഡേഴ്സ് വളരെ കൂടുതലാണ്. നല്ല നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൽ നിന്നും രാജ്യങ്ങളെടുത്തു നിന്നും സ്റ്റേറ്റിൽ നിന്നും ഒക്കെ തന്നെ നല്ല നല്ല വർക്കിനുള്ള ഓർഡേഴ്സാണ് അശോക ബിൽഡ്കോൺ ലിമിറ്റഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സാണ് അശോക ബിൽഡ്കോൺ. ലാസ്റ്റ് ദീപാവലി ഞാൻ ഉൾപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് അശോക ബിൽഡ്കോൺ ലിമിറ്റഡ്. റീസെൻ്റ് ഒരു ന്യൂസ് കണ്ട് 9,000 കോടി അവർ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് കൂടെ തന്നെ ഏകദേശം 1250 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റും അവർ നടപ്പിലാക്കാൻ പോവുകയാണ്. ആ 1.5-2 കൊല്ലത്തിനുള്ളിലാണ് ഇവർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. സോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേഖലയുടെ കമ്പനി മെല്ലനെ ഗ്രീൻ ഹൈഡ്രജൻ സ്പേസിലേക്ക് കടക്കാണ്. ഇവർക്ക് ഇതുകൊണ്ട് സാധിക്കും. കാരണം അവരുടെ മാനേജ്മെൻറ്റ് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് വളരെ പേഷ്യൻസോട് കൂടി ഇങ്ങനത്തെ കമ്പനീസ് മനസ്സിലാക്കുക. ഇപ്പോഴേ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അശോക ബിൽഡ്കോൺ ഞാൻ വളരെ നേരത്തെ തന്നെ 150-160 രൂപ തന്നെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റോക്കാണ്. ഇപ്പം സ്റ്റോക്ക് കയറി 282.90 അടിച്ചു. 310 അതിൻ്റെ ഇയർ ഹൈ ആണ്. അപ്പം ഈ ഒരു ലെവലിൽ വീണ്ടും ചിലപ്പോൾ ഒരു കറക്ഷനൊക്കെ വന്നേക്കാം. കാരണം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആകുമ്പോൾ എല്ലാം അടിച്ചു വരുമല്ലോ. നമ്മൾ ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ വേണം വെയിറ്റ് ചെയ്ത് താഴെ ഡിപ്പിൽ വാങ്ങാം. അതല്ലെങ്കിൽ കുറച്ച് എൻട്രി എടുത്ത് വെക്കാം. എന്തായാലും ഫണ്ടമെൻ്റൽ നല്ലൊരു സ്റ്റോക്കാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണ് മാത്രമാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഓവറോൾ നെഗറ്റീവ് എത്ര നെഗറ്റീവ് ആണെങ്കിലും ഇന്ത്യന് ബുള്ളിഷ് സ്റ്റോറി വളരെ ഇൻടാക്റ്റാണ്. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇത് നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് സ്ലോലി എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ദീപാവലി ആകുമ്പോഴേക്ക് 50% ഒരു റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള ഫണ്ടമെൻ്റൽ വളരെ ഗുഡ് സ്റ്റോക്കാണ് അശോക ബിൽഡ്കോൺ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഒരു അശോക ബിൽഡ്കോൺ ഈ ഒരു ഗിഫ്റ്റായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് പറയാൻ കാരണം റീസെൻ്റ്ലി അവർ 9,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ബീഹാർ ഗവൺമെൻറ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറെടുക്കും ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ന്യൂസ് വരുമ്പോഴേക്കും സ്റ്റോക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് നമ്മൾ നോക്കാം അവരുടെ കയ്യിലുള്ള ഓർഡേഴ്സ് 1391 കോടിൻ്റെ ഓർഡർ ഉണ്ട് അവർക്ക്. അത് നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്തവർക്ക് കിട്ടിയത് 1391 കോടി. അതിന് കൂടെ തന്നെ അവർക്ക് 192 ക്രോസിൻ്റെ ഓർഡർ മധ്യപ്രദേശ് ക്ഷേത്ര വിദ്യാത വിതരണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 150 വാട്ട് സോളാർ പവർ പ്ലാന്റ് പ്രോജക്റ്റ് NTPCൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 660 കോടിൻ്റെ ഒരു വർക്ക്, അതായത് നേവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ലിങ്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രോജക്റ്റ് കിട്ടി. അങ്ങനെ വലിയ വലിയ പ്രൊജക്ട്സാണ് ഇവർക്ക് കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു ഷെയർ ക്യാപിറ്റലേ ഉള്ളൂ. പക്ഷേ 2079 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. സെപ്റ്റംബർ നെറ്റ് പ്രോഫിറ്റ് റിസൾട്ട് സൂപ്പർ റിസൾട്ടാണ്. 2021 118 കോടി കാണിച്ച സ്ഥാനത്ത് ഈ സെപ്റ്റംബർ 2024 462 കോടി ലാഭമാണ് കാണിച്ചത്. ഈ ഒരു കൺസിസ്റ്റൻസി ഇൻ പ്രോഫിറ്റ് ഇനിയും വരും ക്വാർട്ടറിലും കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നിലവിൽ 11,697 കോടിയുടെ ഓർഡർ ബുക്ക് 31/3/2024 പ്രകാരം ഈ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ പ്രകാരം 11,697 കോടിൻ്റെ ഓർഡർ ബുക്ക് ഉള്ള കമ്പനിയാണ്. പിന്നെ ഓൾറെഡി റോഡ് ആൻഡ് റെയിൽവേ കൺസ്ട്രക്ഷനിലാണ് 53% ഓർഡർ കയ്യിലുള്ള 6,214 കോടിയുടെ ഓർഡർ അതിലാണുള്ളത്.
ഇപ്പോൾ 4796 കോടിൻ്റെ ഓർഡർ പവർ സെക്ടറിലാണുള്ളത്. അതാണ് അവരെടുക്കുന്ന പ്രൊജക്ട്സാണ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒരു റോഡ് വർക്ക് മാത്രമല്ല, ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്, ഇങ്ങനത്തെ വലിയ വലിയ NTPC വേണ്ടിയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അശോക ബിൽഡ്കോൺ. ഇപ്പോൾ അതിൻ്റെ വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് പ്രൈസ് 280 to 90 ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 420 അല്ല 400 അബോ വരാനുള്ള സാധ്യതയുള്ള കമ്പനി അശോക ബിൽഡ്കോൺ. വളരെ ഫണ്ട് വളരെ സ്ട്രോങ് സ്റ്റോക്കാണ്. ഈവൻ ഇഫ് കംസ് ഡൗൺ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടി വാങ്ങിയിട്ട് അക്യുമുലേറ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. ഇയർ ഹൈ 310 ആണ്, ഇയർ ലോ 135 ആണ്. പി റേഷ്യോ 8 ആണ്, ഇൻഡസ്ട്രി പി 42 ആണ്. ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഡബിൾ ആവണം. ഒരു 1000 രൂപയ്ക്ക് എളുപ്പത്തിൽ പോകാനുള്ള ഒരു സ്റ്റോക്കാണ് അശോക ബിൽഡ്കോൺ. മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു 350 ക്രോസ് ചെയ്യുന്ന സമയം കഴിഞ്ഞു. EPS എന്ന് പറയുന്നത് 34.35 and 173% EPS ഗ്രോത്ത് കമ്പനീൻ്റെ. ഹൈ പെട്രോസ്കി സ്കോർ 8 ഉള്ള കമ്പനിയാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സിനെടുത്ത് 17.44%, FISനെടുത്ത് 8%. ഇത്രയും അധികം സ്റ്റേക്ക് FIS മ്യൂച്വൽ ഫണ്ട്സും കൈവശമാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 54% സ്റ്റേക്ക് ഉണ്ട്. അതായത് മൊത്തത്തിലൊരു 61 ഒരു 85% സ്റ്റേക്ക് മ്യൂച്വൽ ഫണ്ട്സ്, DIS, FISും പ്രൊമോട്ടേഴ്സാണുള്ളത്. വളരെ കുറച്ച് സ്റ്റോക്സേ നമ്മുടെ കയ്യിലുള്ള, ഇക്വിറ്റി കുറവുമാണ്. പിന്നെ പ്രൊമോട്ടേഴ്സ് ഷെയർസും പ്ലഡ്ജ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ അശോക ബിൽഡ്കോൺ വളരെ ഒരു അട്രാക്റ്റീവ് ലെവലാണ് ഇപ്പോൾ ഉള്ളത്. ഫണ്ടമെൻറ്റ്സിൽ വളരെ സ്ട്രോങ് ഫണ്ടമെൻറ്റ്സ് ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് അശോക ബിൽഡ്കോൺ ഒരു എൻട്രി ചെയ്യാം. നോക്കി മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ നോക്കി മാർക്കറ്റ് കൺസോൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അശോക ബിൽഡ്കോൺ എൻട്രി ചെയ്താൽ മതി. ഒരു 400 അബോ 420 ടാർഗറ്റ് വെച്ചിട്ട് അശോക ബിൽഡ്കോൺ നമുക്ക് വാങ്ങാം. സോ ആസ് യൂഷ്വൽ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യൂ ആണ്. നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസേഴ്സിന് അവിടെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ടാരെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.